ചേഞ്ച് ഉണ്ട് അല്ലെ? ആദ്യം കാണുന്നതിൽ ഒത്തിരി എനിക്കൊന്ന് ഒത്തിരി അപ്ഡേറ്റഡ് ആയി. എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ബെസ്റ്റ് ഡയറക്ടേഴ്സ് മിണ്ടാറില്ല. പണി അറിഞ്ഞുകൂടാത്ത സംവിധായകന്മാരും മിണ്ടും. എന്നെയൊക്കെ കണ്ടിട്ടില്ല. ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ പറഞ്ഞതിന്റെ ഇടയ്ക്ക് സംവിധായം എന്നൊക്കെ പറഞ്ഞല്ലോ. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിനല്ലേ ഇറങ്ങി എന്നായി പറയുമ്പോ എന്നെ ആൾക്കാർ കളിയാക്കി. ഈ പല മേഖലയിൽ ദൈവം ആർക്കും കഴിവ് കൊടുക്കരുത്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അപ്പൊ അതാണ് പറ്റിയ കുഴപ്പം. നമ്മൾ തികഞ്ഞു നിൽക്കുവോ? ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഞാൻ പണ്ടേ പറയുമായിരുന്നേ, ഒറ്റ കഴിവേ കൊടുക്കാവൂ. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. അതിലാകുമ്പോ നമുക്ക് ഒരു പ്രശ്നമല്ല. ബാക്കി ഇപ്പുറത്ത് മണ്ടരാന്ന് പറഞ്ഞാലും ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാത്തിനും നിനക്ക് ഓരോ ന്യായങ്ങളുണ്ടാവും. അതിന്റെ കൂടെ ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ കയറി ഒന്ന് കൈവച്ചല്ലോ. മനുഷ്യന്റെ ഓരോ അത്യാർത്ഥികള് അത് ഇടയ്ക്കല്ല, അത് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്നെ ഒരുപാട് ഏതിലേ ഉറക്കുന്നേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ എന്നെ രാത്രിയിൽ ഇറക്കാൻ വേണ്ടി തള്ളി വിട്ടോണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, നിരാകരിക്കാം, സ്വീകരിക്കാം. ഞാൻ പിന്നെ ഓക്കേ എന്ന് പറഞ്ഞു. ലോകത്തുള്ളത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഇഷ്ടമാണോ? എനിക്ക് രാഷ്ട്രീയക്കാരനായിട്ട് കാണാൻ ഇഷ്ടം. കാര്യം ഞങ്ങൾ ആരുടെ നോക്കി പറയും. എവിടെ പോയാലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. അതിനുള്ള എല്ലാ പരിപാടിയും അറിയാം. രാഷ്ട്രീയ ആയാലും സിനിമ ആയാലും സ്പോർട്സ് ആയാലും ഇതിലൊക്കെ പിടിച്ചു നിൽക്കും. കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. അന്നത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയിൽ തലയെ പൊട്ടി ചോരയെ കുളിച്ചു വരുന്ന സമയത്ത് അമ്മയും മോളും കണ്ടുകൊണ്ടിരുന്ന കൈയടിച്ചതാണ്. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു. ചുമ്മാ എന്തേലൊക്കെ കാച്ചുവാ. മുഖസ്തുതി പറയല്ല, സഹിക്കുക. എന്നാ ഒരു വിഷയത്തെ കുറിച്ച് വർത്താനം പറഞ്ഞാലും ഭയങ്കര നോളജോടെ വർത്താനം പറഞ്ഞു. അതെങ്ങനെ അപ്ഡേറ്റ് ആക്കുന്നത്? ഞങ്ങൾക്കും ഒന്ന് പഠിക്കാം. നീ പോടാ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. പറഞ്ഞാ സാറേ, നമ്മൾ അപ്ഡേറ്റ് ആയ കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കുക. ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന. കള്ളം പറയാതിരിക്കുക. താൽക്കാലികമായിട്ട് ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നതിനെക്കാട്ടി നല്ലത് പറഞ്ഞു. ആ ഒരു പുള്ളിക്ക് ശരിയും തോന്നുന്നു. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സംസാരവും പ്രവൃത്തിയും. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. വീട്ടിലും അങ്ങനെയാണോ? ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്. ഞാനാണ് അത് വിട്ടുകൊടുക്കുക. ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. സിംഹത്തിന് പുറത്തേ ഉള്ളൂ അലർച്ച. ആളൊരു ഭയങ്കര തന്നെ, ഭയങ്കരமான ആളും.